4,00,000 ടൺ പാറ മുകളിൽ നിന്ന് താഴേക്ക് തുരന്ന് നിർമ്മിച്ച ഇന്ത്യയിലെ മറ്റൊരു മഹാത്ഭുതം എല്ലോറ ഗുഹകൾ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഉയരം കൂടിയതുമായ ഏകശിലാ നിർമ്മിതി. പുരാതന ലാവാ പ്രവാഹങ്ങളിൽ നിന്ന് രൂപം കൊണ്ട കഠിനമായ പാളികളായുള്ള ബസാൾട്ട് പാറയിൽ നിന്നാണ് ഇത് കൊത്തിയെടുത്തിട്ടുള്ളത്. ഏകദേശം 100 അടിയോളം ഉയരം വരുന്ന ഈ നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന് സമീപം 29 കിലോമീറ്റർ അകലെ വടക്ക് പടിഞ്ഞാറ് സഹ്യാദ്രിയിലെ ചരണാദ്രി കുന്നുകളിലാണ്. AD 600 AD 1000 കാലഘട്ടത്തിലായി പണി കഴിപ്പിച്ച ഈ നിർമ്മിതിയിൽ മൊത്തം 34 ഗുഹകളാണുള്ളത്. ഇതിന്റെ കിഴക്കുഭാഗത്തു നിന്നാണ് നിർമ്മാണം ആരംഭിച്ചത്. ഹിന്ദു, ബുദ്ധ, ജൈന ആരാധനാലയങ്ങളാണ് ഈ ഗുഹകളിൽ കാണാൻ സാധിക്കുന്നത്. ഈ 34 ഗുഹകളിൽ 1 മുതൽ 12 വരെ ബുദ്ധ ഗുഹകളാണ്. AD 600-700 കാലഘട്ടത്തിലാണ് ഈ ഗുഹകൾ പണിതത്. ഇവിടെ ബുദ്ധന്റെ വിവിധ ഭാവത്തിലും രൂപത്തിലുമുള്ള ശില്പങ്ങൾ കാണാം. 13 മുതൽ 29 വരെ AD 700-800 പണിത ഹിന്ദു ക്ഷേത്രങ്ങളാണ്. 30 മുതൽ 34 വരെ AD 800-1000 പണിത ജൈന ക്ഷേത്രങ്ങളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുഹകളിലായി സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ തൂണുകൾ, ഹാളുകൾ, ചേംബറുകൾ, വിവിധ ശില്പങ്ങൾ, ശിലാലിഖിതങ്ങൾ എങ്ങനെയായിരിക്കാം പണിതതെന്നത് ഇന്നും അത്ഭുതം തന്നെയാണ്. ഈ ഗുഹകളിലെ പ്രധാനവും മനോഹരവുമായ നിർമ്മിതി 16 നമ്പർ ഗുഹയിലെ കൈലാസനാഥ ക്ഷേത്രമാണ്. യാതൊരു വിധത്തിലും ടെക്നോളജി വളർന്നിട്ടില്ലാത്ത ആ കാലത്ത് ഇതെല്ലാം പണിതത് അന്നത്തെ ചാലൂക്യ രാജവംശത്തിന്റെയും രാഷ്ട്രകൂട രാജവംശത്തിന്റെയും രക്ഷാകർതൃത്വത്തിലാണ്. 17-ാം നൂറ്റാണ്ട് വരെ പ്രൗഢിയോടെ നിലനിന്ന ഈ ഗുഹ പിന്നീട് തകർത്തു കളയാൻ ഔറംഗസേബ് സൈനികർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് ചില കേടുപാടുകൾ ഇതിന് സംഭവിച്ചിട്ടുമുണ്ട്. 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ എല്ലോറ കേവ് ഇടം നേടി. എന്നാൽ ഇവിടെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോഴും ചുരുളഴിയാത്തൊരു രഹസ്യം. 4,00,000 ടൺ പാറ തുരന്ന് നിർമ്മിച്ചതാണ് ഈ ഗുഹയെങ്കിൽ ലക്ഷക്കണക്കിന് ടൺ ബാക്കിയായ പാറയുടെ അവശിഷ്ടങ്ങൾ എവിടെയായിരിക്കാം നിക്ഷേപിച്ചത് എന്നതാണ്.